നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കുന്ന സബ്ജക്റ്റ് ബിൽഡിംഗ് പ്ലാനിംഗ് ആൻഡ് ഡ്രോയിങ്. അപ്പൊ നമ്മൾ തേർഡ് മോഡ്യൂൾ ആണ് നോക്കുന്നത്. തേർഡ് മോഡ്യൂളിൽ അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മളൊരു ഓഫീസ് ബിൽഡിങ്ങിന്റെ പ്ലാന്, സെക്ഷൻ, എലിവേഷൻ, അതുപോലെ സൈറ്റ് പ്ലാനും വരയ്ക്കാനുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരും വരച്ച് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ആ ഒരു മോഡ്യൂളില് സർവീസ് പ്ലാൻ എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഇതിന് മുന്നേ ഒരു സൈറ്റ് പ്ലാൻ വരച്ചത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. സൈറ്റ് പ്ലാൻ അതായത് ഒരു ബിൽഡിങ്, ഒരു പ്രപ്പോസ്ഡ് ബിൽഡിംഗ്, ആ സൈറ്റിൽ ആ ബൗണ്ടറി വാൾസ് വരച്ചിട്ട് ആ ഒരു സൈറ്റിന്റെ ബൗണ്ടറി വാൾ വരച്ച് അതിനുള്ളിൽ നമ്മുടെ ബിൽഡിംഗ് എവിടെയാണ് പൊസിഷൻ ചെയ്യുന്നത് അത് ലൊക്കേറ്റ്, പിന്നെ നമ്മുടെ സെപ്റ്റിക് ടാങ്ക്, സോപ്പ് പിറ്റ്, അതിൻ്റെയൊക്കെ ലൊക്കേഷൻ കാണിച്ച്, വെല്ലിന്ന് എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് കാണിച്ച്, പിന്നെ ഓരോ ലൈൻസ് നമ്മൾ എടുക്കുന്നത്, വാട്ടർ സപ്ലൈ മെയിൻസ് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ബിൽഡിങ്ങിലേക്ക് കണക്ഷൻ എടുക്കുന്നത്, ഇതെല്ലാം നമ്മൾ കാണിച്ചു. ഓക്കെ, അപ്പൊ ഇതിൽ ഇന്ന് നോക്കുന്നത് നമ്മൾ സർവീസ് പ്ലാൻ ആണ്. അതായത് ഇലക്ട്രിസിറ്റി കണക്ഷൻ. സർവീസ് പ്ലാന് ഇലക്ട്രിസിറ്റി ആവാം, പ്ലംബിംഗ്, വാട്ടർ സപ്ലൈ ആവാം. അപ്പൊ വാട്ടർ സപ്ലൈ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. അതുകൊണ്ട് നമുക്ക് ഈ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഇലക്ട്രിക്കൽ കണക്ഷൻസിനെ കുറിച്ചുള്ള ഒരു സർവീസ് പ്ലാൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുന്നേ എല്ലാവർക്കും ഒരു 2 മിനിറ്റ് സമയം തരാം. ഒന്ന് അറ്റൻഡൻസ് മാർക്ക് ചെയ്യും. ഗൂഗിൾ ഫോംസ് ഞാൻ ഇട്ടിട്ടുണ്ട്, ക്ലാസ് റൂം വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ പോയിട്ട് ഒന്ന് അറ്റൻഡൻസ് മാർക്ക് ചെയ്യൂ കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്തു എന്ന് വിചാരിക്കണം. അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. നമ്മൾ ഇലക്ട്രിക്കൽ സർവീസ് പ്ലാൻ ആണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ഇലക്ട്രിക്കൽ സർവീസ് പ്ലാൻ. അപ്പൊ ഇതില് ഇപ്പൊ നമ്മുടെ ഒരു ചെറിയൊരു വീടിന്റെ പ്ലാന് വരച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു വീട്ടിൽ ഇലക്ട്രിക്കൽ കണക്ഷൻസിന്റെ സ്വിച്ച് ബോർഡ് എവിടെയാണ്, അതുപോലെ നമ്മുടെ ഇലക്ട്രിക്കൽ കണക്ഷൻസ് ആയ ഫാന്, ലൈറ്റ്, പിന്നെ പ്ലഗ്, ലാമ്പ് ഹോൾഡേഴ്സ്, അപ്പൊ ട്യൂബ്, അങ്ങനത്തെ എല്ലാ ഐറ്റംസും എവിടെയാണ് എന്നുള്ളതും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഇതാണ് ഇപ്പൊ നമ്മുടെ ഒരു പ്ലാന്. അപ്പൊ അതായത് ഈ പ്ലാൻ കണ്ടാൽ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അല്ലെ, എവിടുന്നാണ് നമ്മൾ കയറുന്നത്, റൂംസ്, അവിടുത്തെ ഡോർസ്, ഇതെല്ലാം മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്ക് ഇനി പറഞ്ഞു തരണം എന്നില്ല, എന്നാലും ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ എൻട്രൻസ് വാതില്. ആ സ്റ്റെപ്പിലൂടെ കയറി അപ്പൊ നമ്മുടെ ലിവിങ് റൂം ആണിത്. ഈ ലിവിങ് റൂമിന്ന് നമുക്ക് 2 ഡോർസ് ഉണ്ട്. ഒന്ന് ബെഡ്റൂമിലേക്ക് ഉണ്ട്, പിന്നെ ഒരു കിച്ചണും. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീടാണ് കേട്ടോ. ഇതൊരു ലിവിങ് റൂം വിത്ത് സിംഗിൾ ബെഡ്റൂം, ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ്, പിന്നെ ഒരു കിച്ചൺ. ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീടിന്റെ പ്ലാൻ. അപ്പൊ ഇതിൽ നമുക്ക് ഇലക്ട്രിക്കൽ കണക്ഷൻസ് കൊടുക്കുന്നത് എങ്ങനെ മാർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. ലിവിങ് റൂമില് ഇവിടെ ഒരു നമുക്ക് സൂം ചെയ്യാം. ഞാൻ കുറച്ച് സൂം ചെയ്യട്ടെ. ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അല്ലെ കാണുന്നത്?
ഓക്കെ, അപ്പൊ നമ്മൾ ലിവിംഗ് റൂമിൽ ഇവിടെ ഒരു 16 ആംപെയർ DPIC സ്വിച്ച് വിത്ത് 2-വേ ഡിസ്ട്രിബ്യൂഷൻ ബേസ് വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ മെയിൻ സ്വിച്ച് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ കറന്റ് ആണ് എഴുതിയിരിക്കുന്നത് 16 ആംപെയർ. ഇവിടെ എല്ലാ സിമ്പിൾസിന്റെയും നൊട്ടേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഈ ഒരു സിമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ബേസ്, അതായത് നമ്മുടെ മെയിൻ സ്വിച്ച് നമുക്ക് ഈ ഫേസിൽ 2 ഫ്യൂസ് ഉണ്ട് എന്നാ പറയുന്നത്. ഓക്കെ, 2 ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്. ഒരു ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നത് 2 വഴിയിലേക്കാണ്. ഒന്ന് ഈ ഒരു പാത്ത് കണ്ടില്ലേ, ഹൊറിസോണ്ടലി ഒന്ന് പോകുന്നുണ്ട്, പിന്നെ അതുപോലെ ഇങ്ങനൊരു പാത്തും പോകുന്നുണ്ട്. അപ്പൊ 2 എണ്ണത്തിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു 2-വേ ഡിസ്ട്രിബ്യൂഷൻ ബേസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, DPIC സ്വിച്ച് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഡബിൾ പോൾ അയൺ ക്ലാഡ് സ്വിച്ച്. DPIC അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡബിൾ പോൾ, 2 പോളുള്ള അയൺ ക്ലാഡ്, അതായത് മെറ്റാലിക് ക്ലാഡിംഗ് ഉള്ള ഒരു സ്വിച്ച് ആണ്. ഓക്കെ, മെറ്റൽ കേസ് ഉള്ള ഒരു മെയിൻ സ്വിച്ച്, അതിന് 2 ഫ്യൂസ് ഉണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നത് മെയിൻ സ്വിച്ച്. അപ്പൊ ഇവിടുന്ന് നമുക്ക് 2 വയർ കണക്ഷൻസ് ഉണ്ട്. ഇത് വയറിംഗ് ആണ്. ഓക്കെ, അതും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതാ ഡോട്ടഡ് ലൈൻസ് ഡിനോട്ട്സ് വയറിംഗ്. ഇത് വയറിംഗ് സർക്യൂട്ട്സ് ആണത്, നമ്മുടെ വയേഴ്സ്. ഓക്കെ, അപ്പൊ ഈ വയേഴ്സ് കാണിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ ഒരു എർത്തിങ് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, എല്ലാം നമ്മൾ ഏതൊരു ഇലക്ട്രിക്കൽ കണക്ഷൻ ആണെങ്കിലും നമ്മൾ എർത്തിങ് കൊടുക്കും. സർക്യൂട്ട് ലീക്കേജ് വന്നാൽ പോവാൻ വേണ്ടിയിട്ടുള്ള ഒരു എർത്തിങ് കൊടുക്കും. പിന്നെ ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് അനലൈസ് ചെയ്യാം കേട്ടോ. അപ്പൊ ആദ്യത്തെ വയറിംഗ് പോകുന്നത് ഒരു ട്യൂബിലേക്കാണ്. ഇതൊരു ട്യൂബ് ലൈറ്റ് ആണ്, അതും ഇവിടെ എഴുതിയിട്ടുണ്ട് ട്യൂബ് ലൈറ്റ് ആണ് എന്നുള്ളത്. നോക്കൂ, 40 വാട്ട് ട്യൂബ് ഫിറ്റിംഗ്സ്. അപ്പൊ അതിന്റെയൊക്കെ പവർ എഴുതിയിട്ടുണ്ട്. 40 വാട്ടാണ് ഒരു ട്യൂബ്. അപ്പൊ ആദ്യം ട്യൂബിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്വിച്ച് ബോർഡ് ഉണ്ട്. ഇത് സ്വിച്ച് ആണ്. നോക്കൂ, 1-വേ സ്വിച്ച് കണ്ടോ, 1-വേ സ്വിച്ച് ആണിത്. അപ്പൊ 1-വേ സ്വിച്ച് ഉണ്ട്. പിന്നെ ഈ ട്യൂബ് 1-വേ സ്വിച്ച്, പിന്നെ അതുപോലെ ഫാൻ ഉണ്ട്. 2 ഫാൻസ് കൊടുത്തിട്ടുണ്ട് ലിവിംഗ് റൂമില്. വലിയ റൂം ആയതുകൊണ്ടാണ് 2 ഫാൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ഈ നടുവിൽ കാണുന്നത് ഒരു പെൻഡന്റ് ആണ്, സിംഗിൾ ലൈറ്റ് പെൻഡന്റ്. എല്ലാ സിമ്പിളിന്റെ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. സിംഗിൾ ലൈറ്റ് പെൻഡന്റ് ആണത്. സിംഗിൾ ലൈറ്റ് പെൻഡന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചില വീട്ടിലോ അല്ലെങ്കിൽ ഹോട്ടൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ, വലിയ കുറച്ചൊരു 5 സ്റ്റാർ ടൈപ്പ് ഹോട്ടലുകൾ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇങ്ങനെ ഈ ഷോ ലൈറ്റ് പോലെ വെച്ചിട്ടുണ്ടാവും. കുറേ ബൾബുകൾ കൊണ്ട് കൂട്ടിയിട്ട് ഒരൊറ്റ സിംഗിൾ ഷോ ലൈറ്റ്, ഒരു ഷോ പീസ് പോലത്തെ ഒരു ലൈറ്റ്, ഒരു സിംഗിൾ ലൈറ്റ്, അതിനെയാണ് പെൻഡന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. സീലിംഗിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന, ഓക്കെ, സീലിംഗ് നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന ഒരു മൾട്ടിപ്പിൾ ലൈറ്റ് ബൾബ്സ് എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു സിംഗിൾ ഫിക്സ്ചർ ആയിട്ട്, അതായത് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ്, അതാണ് പെൻഡന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പെൻഡന്റ് ഉണ്ട്. പിന്നെ വയറിംഗ് വന്ന് ചേരുന്നത് 2 3-പിൻ പ്ലഗുകളാണിത്. ഇതൊരു പ്ലഗ് ആണ്, 3-പിൻ പ്ലഗ്. ഇവിടെയും ഒരു 3-പിൻ പ്ലഗ് ഉണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു സ്വിച്ചും ഉണ്ട്, 1-വേ സ്വിച്ചും ഉണ്ട്. പിന്നെ അതുപോലെ അടുത്ത ഫാന് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു ട്യൂബിലേക്ക് വരുന്നുണ്ട്. പിന്നെ ആ ട്യൂബിൽ നിന്ന് പിന്നെ പുറത്തേക്ക് പോവാണ് ആ വയറിംഗ്. പിന്നെ അതുപോലെ നമ്മുടെ അടുത്ത ഡിസ്ട്രിബ്യൂഷനിലെ 2ാമത്തെ വയറിംഗ് പോകുന്നത്, നോക്കൂ, ഹൊറിസോണ്ടൽ ആയിട്ട് പോകുന്നുണ്ട്. നമ്മുടെ ബെഡ്റൂമിലേക്കാണ് ആദ്യം പോകുന്നത്. ഇപ്പൊ ബെഡ്റൂമില് ട്യൂബ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നേരത്തെ പറഞ്ഞ 3-പിൻ പ്ലഗ് അതിവിടെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ നൊട്ടേഷൻ സിമ്പിൾസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. 5 ആംപെയർ 3-പിൻ പ്ലഗ് ആണത്. പിന്നെ ഇവിടെ ഒരു ഫാന് കൊടുത്തിട്ടുണ്ട്, ഫാനിലേക്കാണ് വരുന്നത്. പിന്നെ വയറിംഗ് പോകുന്നത്, ഇവിടെ ഒരു 1-വേ സ്വിച്ച് ഉണ്ട്. ഈ 1-വേ സ്വിച്ച് ഈ ടോയ്ലറ്റിന്റെ ലൈറ്റ് ഇടാനുള്ള സ്വിച്ച്, ആ 1-വേ സ്വിച്ച് ആണത്. പിന്നെ അതുപോലെ ഇവിടെ ഈ സിമ്പിള് സിംഗിൾ ലൈറ്റ് ബ്രാക്കറ്റ്. ഈ ബ്രാക്കറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വാളിനോട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന എന്തും,
അതാണ് ബ്രാക്കറ്റ് എന്ന് വെച്ചാൽ. അപ്പൊ ഇതിപ്പോ സിംഗിൾ ലൈറ്റ് ബ്രാക്കറ്റ് ആണ്, അതായത് ലൈറ്റ് ഹോൾഡർ അത് വാളിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ സിംഗിൾ ലൈറ്റ് ബ്രാക്കറ്റ്, ഒരൊറ്റ സിംഗിൾ ലൈറ്റ് ആണ്, ബ്രാക്കറ്റ് ഉണ്ട്. പിന്നെ ഇതൊരു സ്വിച്ച്, വൺ വേ സ്വിച്ച്. ഈ വൺ വേ സ്വിച്ച് ബെഡ്റൂമിന്റെ ലൈറ്റും ഫാനും ഒക്കെ ഓൺ ആക്കാനുള്ള സ്വിച്ച്. പിന്നെ അതുപോലെ ഇത് ബാത്റൂം ടോയ്ലറ്റിന്റെ എന്താ ലൈറ്റ് ഓൺ ആക്കാനുള്ള സ്വിച്ച്. പിന്നെ അതുപോലെ ടോയ്ലറ്റിൽ നമുക്കൊരു BH എന്ന് എഴുതിയിട്ടുണ്ട്. BH എന്ന് പറയുന്നത് ബാറ്റൺ ഹോൾഡർ. ബാറ്റൺ ഹോൾഡർ അതായത് സിംഗിൾ ലൈറ്റ് ബാറ്റൺ ഹോൾഡർ. നമ്മൾ പൊതുവെ ടോയ്ലറ്റ്സിൽ ഒരു ലൈറ്റ് ആണ് വെക്കാറ് അല്ലെ. അപ്പൊ ആ ഒരു ബാറ്റൺ ഹോൾഡർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല്, നമുക്ക് വാളിന്നോ സീലിംഗിന്നോ, പൊതുവെ സീലിംഗിന്ന് നേരെ, അതായത് പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുന്ന ഹോൾഡർ, ഒരു ആംഗിളിലേക്കും അല്ലാതെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഹോൾഡേഴ്സ് ഉണ്ടാവില്ലേ, അതാണ് ബാറ്റൺ ഹോൾഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോ ബാറ്റൺ ഹോൾഡർ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫിക്സ് ചെയ്യാറുള്ളത് ആംഗിൾ ഹോൾഡേഴ്സ്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ആംഗിളിലേക്ക് ചെരിച്ചിട്ടൊക്കെ നമ്മുടെ ബൾബ് വെക്കുക. ഓക്കെ, പക്ഷെ ഇതിപ്പോ പറയുന്നത് ബാറ്റൺ ഹോൾഡർ ആണ് ഇവിടെ വെച്ചിട്ടുള്ളത്. പൊതുവെ ഈ ബാറ്റൺ ഹോൾഡറേ നമ്മുടെ തിയേറ്റേഴ്സ്, ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കണ്ടിട്ടില്ലേ, ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു ലൈറ്റ് കൊണ്ട് വെക്കുന്നത്. അപ്പൊ അത് നേരെ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു ബെഡിലേക്കാണ്, പേഷ്യന്റ് കിടക്കുന്ന ബെഡിലേക്ക് സ്ട്രെയിറ്റ് ഫോക്കസിങ് ആണ് അല്ലെ. അപ്പൊ അതൊക്കെ ബാറ്റൺ ഹോൾഡേഴ്സ് ആണ്, ബാറ്റൺ ഹോൾഡർ എന്നാ പറയാം. പിന്നെ അതുപോലെ ഈ മേക്കപ്പ് ചെയ്യുന്നവരുടെ മേക്കപ്പ് റൂം മിറേഴ്സിലൊക്കെ വെക്കുന്ന ലൈറ്റ് ഒക്കെ ബാറ്റൺ ഹോൾഡേഴ്സ് ആണ് പൊതുവെ. ഓക്കെ, അപ്പൊ അതാണ് ബാറ്റൺ ഹോൾഡർ. അപ്പൊ ആ ടോയ്ലറ്റിൽ ഒരു ബാറ്റൺ ഹോൾഡറിന്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ആ വയറിംഗ് പിന്നെ വരുന്നത് കിച്ചണിലേക്കാണ്. കിച്ചണിൽ ഒരു 3 പിൻ പ്ലഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കിച്ചണിൽ ഒരു ബാറ്റൺ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ എന്താ നമ്മുടെ സിംഗിൾ ലൈറ്റ് ബ്രാക്കറ്റ്, ഒരു വാളിനോട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു സിംഗിൾ ലൈറ്റ് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതെല്ലാം കൂടെ ഒരു വാട്ടർ ടൈറ്റ്, ഇതെവിടെ എഴുതിയിട്ടുണ്ട്, WT എന്താന്ന് എഴുതിയിട്ടുണ്ട്. WT എന്ന് വെച്ചാൽ വാട്ടർ ടൈറ്റ് ഫിറ്റിംഗ്. അതായത് നമ്മള് എന്താ വീട്ടിന്റെ പുറത്തേക്ക് കൊണ്ടുവരികയാണല്ലോ, അപ്പൊ ഇതൊക്കെ വാട്ടർ പ്രൂഫ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ട നെസസറി അറേഞ്ച്മെന്റ്സ് ഇവിടെയും ചെയ്യുന്നുണ്ട്, അതുപോലെ ഇവിടെ ഒരു വാട്ടർ ടൈറ്റ് അറേഞ്ച്മെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ബേസിക് ഇലക്ട്രിക്കൽ സർവീസ് പ്ലാൻ. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ തന്നതാണ്. ഓക്കെ, അപ്പോ അതാണ്, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആണ്. ജസ്റ്റ് നമ്മുടെ ലൈറ്റും ഫാനും സ്വിച്ചസും പ്ലഗും എല്ലാം തമ്മിലുള്ള ഒരു കണക്ഷൻ കാണിക്കുന്ന ഒരു ഡയഗ്രാം പ്ലാനിലാണ് നമ്മളിത് കാണിക്കുക, ഇലക്ട്രിക്കൽ സർവീസ് പ്ലാൻ കാണിക്കുക. അതുപോലെ നമ്മൾ നേരത്തെ കാണിച്ച, നിങ്ങൾക്ക് അറിയാലോ, സൈറ്റ് പ്ലാൻ ഒക്കെ നമ്മൾ, അതായത് നമ്മുടെ സെപ്റ്റിക് ടാങ്കിലേക്കും സോപ്പ് പിച്ചിലേക്കും ഒക്കെ ഉള്ള ലൈൻസ് കാണിച്ചതൊക്കെ പ്ലാൻ വ്യൂവിലാണ്. അപ്പൊ ഇങ്ങനത്തെ എല്ലാ സർവീസ് പ്ലാനുകളും നമ്മുടെ എന്താ പറയാ, നമ്മുടെ പ്രൊപ്പോസ്ഡ് ബിൽഡിങ്ങിന്റെ പ്ലാനിലാണ് നമ്മൾ വരച്ച് കാണിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ഇലക്ട്രിക്കൽ സർവീസ് പ്ലാൻ. പിന്നെ ഇനി നമ്മൾ ഇത് ജസ്റ്റ് നമ്മൾക്ക് ഒരു ടിപ്പിക്കൽ ഡീറ്റെയിൽസ് ഓഫ് ഫാൻ ക്ലാമ്പ്, ഒരു ഫാന് ഫിറ്റ് ചെയ്യാനുള്ള ഒരു ടിപ്പിക്കൽ ഡീറ്റെയിൽസ് കാണിക്കുന്നതാണ്. അതായത് നമ്മുടെ റൂഫ് സീലിംഗിന്റെ അവിടുന്ന് ഫാന് വരില്ലേ, അപ്പൊ അതെങ്ങനെയാണ് ഒരു അറേഞ്ച്മെന്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇവർ കാണിച്ചതാണ്. കണ്ടോ, അപ്പൊ സ്ലാബ് ഉണ്ട്, അപ്പൊ സ്ലാബിന്റെ അകത്തേക്ക് ആ ഫാനിന്റെ മെറ്റൽ പീസ് വെക്കുക, എന്താ കുറച്ച് ബെൻഡ് ചെയ്ത് വെക്കുക, ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് ആ ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് വളച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു 16 എന്താണ് ഡയമീറ്റർ റോഡ്, അതൊക്കെ ഫാനിന്റെ ഡയമെൻഷനിങ് അനുസരിച്ചാണ് മാറും. അപ്പൊ 15 ഡയമീറ്റർ റോഡാണ് ഈ കേസിൽ അവർ ഉപയോഗിച്ചിട്ടുള്ളത്, ഒരു 10 സെന്റിമീറ്റർ ഡെപ്തിൽ താഴേക്കും. പിന്നെ അതുപോലെ 5 സെന്റിമീറ്റർ വീതിയും, അതായത് സെന്റിമീറ്റർ ആണെന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഡയമെൻഷൻസ് ഇൻ സെന്റിമീറ്റേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ സെന്റിമീറ്റേഴ്സിലാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇതിപ്പോ ഫസ്റ്റ് ഡയഗ്രാം സെക്കൻഡ് ഡയഗ്രാം വ്യത്യാസം എന്താന്ന് ചോദിച്ചാല്, ഫസ്റ്റില് നമുക്കൊരു സ്ലാബാണ്, സ്ലാബിന്ന് ഉള്ള ഫാനിനാണ് കാണിക്കുന്നത്. പക്ഷെ ഇനിയിപ്പോ നമുക്കൊരു റൂമില് ബീംസ് ഉണ്ട് എന്ന് വെക്കുക,
ബീംസും ഉള്ള ഒരു റൂം ആണെങ്കിൽ നമുക്ക് അവിടെ ഫാനിന്റെ ആ ലീഫൊക്കെ വരുന്ന ഭാഗം ബീമിൽ നിന്നും താഴേക്കായിരിക്കണം. അല്ലെങ്കിൽ ബീമിന്റെ അടുത്താണെങ്കിൽ തട്ടില്ലേ, ബീംസിൽ തട്ടും. അപ്പൊ അതുകൊണ്ട് ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് കുറച്ച് ഇറക്കി എടുക്കണം. എന്നിട്ട് അവിടെയാണ് ഫാനിന്റെ ലീഫ് കൊടുക്കുക. ഓക്കെ, ഇതാണ് സ്ലാബ്. ആ റൂമിലുള്ള ബീമാണിത്. നിങ്ങൾക്ക് ഒരു സെക്ഷൻ എടുക്കുക കേട്ടോ. നമ്മൾ ആ ഒരു റൂഫ് സ്ലാബിനെ കട്ട് ചെയ്യുക. അതായത് സെക്ഷൻ വൈസ് കട്ട് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ അല്ലേ കിട്ടുക. ഒരു ബീം ഉള്ള റൂം ആണെങ്കിൽ ആലോചിച്ച് നോക്കൂ, ഇതാണ് സ്ലാബ്. ഓക്കെ, ഇത് സ്ലാബിലെ കൂടെയാണ് കട്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു ബീം ഉണ്ട്, ആ ബീമിലൂടെ കട്ട് ചെയ്ത് കാണിച്ചിട്ടില്ല. അപ്പൊ ബീം ഉള്ളത് ദൂരെയാണ്. അതുകൊണ്ടാണ് ബീമിന് നമ്മൾ ഡീറ്റെയിലിംഗ് ചെയ്യാത്തത്. എന്ത് വെച്ചാണ് ബീം ഉണ്ടാക്കിയത് എന്നുള്ള ഡീറ്റെയിലിംഗ് ചെയ്യാത്തത് ബീമിലൂടെ കട്ട് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പൊ ഇതാണ് ബീമിന്റെ ഡെപ്ത്. നമുക്ക് ജസ്റ്റ് ആ ഒരു ഡെപ്ത് കാണിച്ചു തരികയാണ് ആ ബീമിന്റെ. പിന്നെ ഇതാണ് ആ സ്ലാബ്. അപ്പൊ ആ ബീമിന്റെ ഡെപ്ത് കഴിഞ്ഞിട്ടായിരിക്കണം ഫാനിന്റെ ലീഫ് വരുന്നത്. അതിനും താഴെ, ബീമിന്റെ ഡെപ്തിലും താഴെ ആയിരിക്കണം ഫാനിന്റെ ലീഫ് വരുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് കാണിച്ചു തന്നതാണ്. ബാക്കിയുള്ള ഡയമെൻഷൻസ് ഒക്കെ സെയിം ആണ്. എത്രത്തോളം നമ്മൾ ആ ഒരു ബെൻഡിങ് കൊടുക്കുന്നു അതൊക്കെ സെയിം ആണ്. പിന്നെ അതുപോലെ ഈ ഡയമെൻഷൻസും നോക്കൂ, 10 സെന്റിമീറ്റർ, ഇവിടെയും 10 സെന്റിമീറ്റർ, ഇവിടെയും 5 അതൊക്കെ സെയിം ആണ്. റോഡ് ഡയമീറ്റർ അവരെടുത്തതും സെയിം ആണ്. പക്ഷെ ബീം വന്നാൽ നമ്മൾ കുറച്ച് ഇറക്കി എടുക്കണം ഫാന്. അതൊന്ന് ശ്രദ്ധിക്കണം. സോ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സ്ലാബ് വിത്ത് ബീമും രണ്ട് ടൈപ്പ് ഓഫ് റൂംസിന്റെയും കാണിച്ചു തന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ബേസിക് ഇലക്ട്രിക്കൽ സർവീസ് പ്ലാൻ. അപ്പൊ നിങ്ങൾ ഇത് വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് സബ്മിഷൻ ഡേറ്റ് ആയി തരുന്നത് നാളെയാണ്. നാളെ വൈകുന്നേരം 5 മണിക്ക് മുന്നേ എല്ലാവരും ഇത് വരച്ച് സബ്മിറ്റ് ചെയ്യുക, ഗൂഗിൾ ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഡൗട്ട് വരാൻ മാത്രം ഒന്നും ഇല്ല, ഇതിൽ സിമ്പിൾ ആണ്. എന്നാലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. അപ്പൊ നാളെയും കൊണ്ട് സബ്മിറ്റ് ചെയ്യണം. ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ അസൈൻമെന്റ് പോസ്റ്റ് ചെയ്യാം, എല്ലാവരും സബ്മിറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു.